നമസ്കാരം. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് ഒരിക്കലും അപകടത്തിൽപ്പെടില്ല എന്ന അവകാശവാദം, അമിത ആത്മവിശ്വാസം, അതായിരുന്നു ടൈറ്റാനിക് എന്ന ജലപേടകം. 1912 ആ സ്വപ്ന പേടകം ആദ്യമായി നീറ്റിലിറങ്ങി യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടു. കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചുകൊണ്ടായിരുന്നു ആ അപകടം. ആ അപകടം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒന്നുണ്ട്: എത്ര സുരക്ഷിതം എന്ന് കരുതുന്ന യാത്രയും അപകടകരം ആണ് എന്ന്. കാലം ഏറെ മാറിയിരിക്കുന്നു. ഇന്ന് ആകാശയാത്രകളുടെ കാലമാണ്. ആകാശയാത്രകളിലെ അവസാനത്തെ വാക്കാണ് ബോയിങ് എന്നത്. ഇപ്പോഴിതാ അഹമ്മദാബാദിൽ അങ്ങനെ ഒരു ബോയിങ് വിമാനം ആണ് തകർന്നു വീണത്. അതിൻ്റെ അപകട കാരണം എന്ത് എന്നത് ഇനിയും അറിയേണ്ടതുണ്ട്. പക്ഷേ ആ അപകടത്തിൽ പൊലിഞ്ഞത് 265 ജീവനുകൾ ആണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് കണക്കുകൾ. വിശദമായി നോക്കാം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ 266 പേരുടെ മരണം ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണസംഖ്യ 290 മുകളിൽ വരെ പോകാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ അല്ല. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. അപകട കാരണം അന്വേഷിക്കുന്ന വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് എത്തി അന്വേഷണവും ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, മരണസംഖ്യ ഉയരുന്നു, കൂടുതൽ മരണങ്ങൾ ഉണ്ട് എന്ന സൂചനകൾ ആണ് പുറത്തു വരുന്നത്. ഒപ്പം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ, മരണസംഖ്യ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് 265 ആണ്. എന്നാൽ അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകളും അവിടെ നിന്നുള്ള വിശ്വസിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളൊക്കെ 290 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മരണത്തിൻ്റെ എണ്ണം സംബന്ധിച്ചപ്പോഴും ഔദ്യോഗികമായി സർക്കാരിൻ്റെ സ്ഥിരീകരണം വന്ന ശേഷമാണ് നമ്മൾ നൽകേണ്ടത്. അതുകൊണ്ടാണ് 265 എന്ന കണക്കിലേക്ക് വരുന്നത്. 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല, അത്യത്ഭുതത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ. അതിനുശേഷമുള്ള 241 പേരും അവർ എല്ലാവരും തന്നെ 230 യാത്രക്കാരിൽ 229 യാത്രക്കാർ, 10 ക്യാബിൻ ക്രൂ മെമ്പേഴ്സ്, 2 പൈലറ്റുമാർ, അങ്ങനെ 241 പേർ മരിച്ചു. 10 മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ വിമാനം തകർന്നു വീണ ജെ മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിൽ ഉണ്ടായിരുന്ന 10 വിദ്യാർത്ഥികൾ MBBS വിദ്യാർത്ഥികളാണ്. അവരാണ് മരണമടഞ്ഞ 10 പേർ. അവർ മരണമടഞ്ഞു. പിന്നീട് 14 പേർ കൂടി മരിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ഓഫീസ് ജീവനക്കാരോ അല്ലെങ്കിൽ മെസ്സിലെ ജീവനക്കാരും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ, ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചിലപ്പോൾ അവിടുത്തെ ജീവനക്കാരോ പുറത്തുനിന്നുള്ള ആളുകളും ഒക്കെ ആ കെട്ടിടത്തിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, കെട്ടിടത്തിന് താഴെയും ഒക്കെ ഉണ്ടായിരിക്കാം. അവരെല്ലാം ഈ വൻ അഗ്നിഗോളമായിട്ടാണ് ഈ വിമാനം മാറിയത്. വിമാനം തകർന്ന് കെട്ടിടത്തിലിടിക്കുന്നു. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വിമാനം എത്തുന്ന അവസ്ഥ. ഒരു കോൺക്രീറ്റ് കെട്ടിടം, ബൃഹത്തായ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തുളച്ച് മറുഭാഗത്തേക്ക് എത്തുക എന്നുള്ള അവസ്ഥ ആലോചിക്കണം. അത്രത്തോളം കടുത്ത ആഘാതമുള്ള ഇടിയായിരുന്നു. വിമാന ഭാഗങ്ങൾ തെറിച്ചു ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. കെട്ടിട ഭാഗങ്ങൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം ഒരു തീഗോളമായി മാറുന്നു. ഒരു ഫർണസ് പോലെ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. 1 മണിക്കൂറോളം നേരം ഫർണസിൽ എങ്ങനെയാണോ വിട്ടുപോകുന്ന ആ മട്ടിലാണ് പ്രവർത്തിച്ചത്. ജീവൻ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ പരിക്കുകളോട് രക്ഷപ്പെടുമായിരുന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും മരണപ്പെട്ടത് എല്ലാം ഇങ്ങനത്തെ ഈ തീയിലാണ്, ഈ തീപിടുത്തത്തിലാണ്. അത് സാധാരണ ഒരു തീപിടുത്തം പോലെയല്ല, ഒരു സ്ഥലത്ത് തീപിടിച്ച് പതിയെ തീപിടിക്കുന്ന പോലെയല്ല, ഇതൊരു ബോംബ് പൊട്ടുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. വിമാനത്തിലുണ്ടായിരുന്ന ഈ 12 മണിക്കൂർ യാത്ര ചെയ്യാൻ ആവശ്യമായ ഫ്യൂവൽ അതിനകത്തുണ്ടായിരുന്നു. ആ ഫ്യൂവൽ ആണ് തീപിടിക്കുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഒരു വൻ അഗ്നിസ്ഫോടനമായി തന്നെ അത് മാറിയത്. അവിടെ നിരവധി മനുഷ്യരുടെ വെന്ത് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത് ചിലരുടെ കൈകളും കാലുകളും തലയും ഉടലും ഒക്കെ പലതായിട്ടാണ് കിട്ടിയത്. ആരുടേതാണ് എന്നൊക്കെ കണ്ടെത്തുക, അത് എത്ര പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുക, അത് വലിയ ഇനി DNA പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇപ്പോൾ ഒരാളുടെ ശരീരഭാഗം കണ്ടെത്തിയെങ്കിൽ ചിലപ്പോൾ മറ്റു ശരീരഭാഗം കണ്ടെത്തുക അയാളുടെ തന്നെ ആവാം, മറ്റൊരാളുടേതൊക്കെ ആവാം. അതുകൊണ്ട് എത്ര പേരുടെ ശരീരഭാഗങ്ങൾ കിട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഇപ്പോൾ
ചിലപ്പോൾ ഈ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ആണോ എന്നൊക്കെ സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ അതെല്ലാം കൂടി ചേർത്തുമൊക്കെയാണ് ഈ 290 എന്നുള്ള കണക്കുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇനി പ്രധാനമായി നടക്കുന്നത് DNA പരിശോധനയാണ്. DNA പരിശോധന ഇപ്പോൾ ഈ 6 പേരുടെ DNA പരിശോധനയാണ് പൂർത്തിയായത്. അങ്ങനെ ആ 6 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അത് കാര്യമായ പരിക്കുകളില്ലാത്ത അല്ലെങ്കിൽ മുഖം കണ്ടും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കണ്ടും തന്നെ കാര്യമായ വലിയ പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയത്. ചില മൃതദേഹങ്ങൾ കൂടി അങ്ങനെ കാര്യമായ പരിശോധനകളില്ലാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മൃതദേഹങ്ങൾ കൂടി ഉണ്ട്. എന്നാൽ മറ്റ് ചില മൃതദേഹങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. പൂർണ്ണമായും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം അങ്ങനെ തന്നെ അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും വീട്ടുകാരുടെ അവരുടെ എല്ലാം ബന്ധുക്കൾ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 215 പേർ ഈ ഇത്രയും ആളുകൾ ഈ വിമാനയാത്രികരോടാണ് ബന്ധുക്കൾ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലുമാണ്. മറ്റുള്ളവരെ ഇനി ആരാണ് മരിച്ചത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമേ അത്തരം ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയൂ എന്നതുകൂടിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ദുർഘടമാക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. ഇതിൽ 215ഓളം പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ DNA സാമ്പിളുമായി മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഓരോന്നിൻ്റെതായി DNA സാമ്പിൾ എടുക്കും. അങ്ങനെ ഈ 2 സാമ്പിളുകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ യോജിക്കുന്ന സാമ്പിളുകളാണെങ്കിൽ തിരിച്ചറിയും ഇത് ഇന്നയാളുടെ മൃതദേഹമാണ്, വിമാനയാത്രികരിൽ ഉള്ള ഇന്നയാളുടെ മൃതദേഹമാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മൃതദേഹ ഭാഗങ്ങളാണ് എന്ന് തിരിച്ചറിയും. അത് ഇനി ശരീരഭാഗങ്ങളെ ഉള്ളെങ്കിൽ മറ്റു ഭാഗങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടി വരും. അതൊരു വലിയ പ്രോസസ്സാണ്. ശാസ്ത്രീയമായ അത്തരമൊരു പരിശോധനയിലൂടെ മാത്രമാണ് ഈ വിമാനയാത്രികരെ തിരിച്ചറിയാൻ കഴിയുക. അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മരണപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങളുണ്ട്. പക്ഷേ അത് ആരുടേതാണെന്ന് അറിയില്ല. കാണാതായി എന്ന് പറയുന്ന നിരവധി പരാതികൾ അവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർ, അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നവർ, അവരെ കാണാതായി. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലഭ്യമായി തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളിലൊന്നും അവരുടെ മൃതദേഹം ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. അങ്ങനെയുള്ളവരുടെയൊക്കെ ഇനി ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് ഈ കാണാതായി എന്ന് പറയുന്ന ആളുകളുടെ ബന്ധുക്കളുടെ DNA എടുത്ത് അതുമായി ചേർന്ന DNA മൃതദേഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മരണം സ്ഥിരീകരിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രയാസം കൂടി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നതിൻ്റെ ദുഃഖം എത്രത്തോളം വലുതാണെന്നറിയാം. മരണപ്പെട്ട് കഴിഞ്ഞാലെങ്കിലും മൃതദേഹം അവസാന നിമിഷം ആയിട്ടെങ്കിലും ഒന്ന് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനൊരു അന്തിമ ഉപചാരം അർപ്പിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായി എല്ലാവരുടെയും ബന്ധുക്കളുടെയും ഉറ്റവരുടെയും ഒക്കെ ഒരു വലിയ വൈകാരികതയാണ്. തീർച്ചയായും കിരണി സൂചിപ്പിക്കുന്നത് പോലെ മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ഒക്കെ വിട്ടു നൽകുക എന്നതാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടം എന്നതാണ്. നമുക്ക് ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജിൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുമ്പോൾ DNA പരിശോധനയൊക്കെ നടത്തി ശരീരഭാഗങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതിന് വലിയ സമയമെടുക്കും. ഏതാണ്ട് 72 മണിക്കൂറിൽ അധികം എന്നാണ് മിനിസ്റ്റർ തന്നെ പറയുന്നത്. ഇതിപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ളവർ ഉണ്ട്, വിദേശികൾ ആയിട്ടുള്ള ആളുകളുണ്ട്. 70ഓളം പേർ വിദേശികൾ ആണ്. അവിടുത്തെ ആളുകളെയും തിരിച്ചറിയണമെങ്കിൽ അത്തരം പരിശോധനകൾ ആവശ്യമാണല്ലോ. അപ്പോൾ വളരെ വിപുലമായ നടപടിക്രമങ്ങൾ ആണ് ഇതിൻ്റെ ഭാഗമായി വേണ്ടത്. കേന്ദ്രമന്ത്രിമാർ അടക്കം ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി അപകട സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രി അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണോ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്? അതെ അഭിലാഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഇത്തരമൊരു പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുടെയും അങ്ങനെ അത്രയും സമയം എടുക്കണം എന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നതിന് മാത്രമാണ് അങ്ങനെ വിശദമായ ഒരു പരിശോധനയൊക്കെ ആവശ്യമായി വരുന്നത്. അല്ലാതെയുള്ള മൃതദേഹങ്ങളല്ലാതെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ ഉണ്ട്. ആ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഈ 6 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയതുമൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അത്തരം വലിയ പരിശോധനകളിലേക്കുമൊക്കെ പോകേണ്ടി വരുന്നത്. ചില ശരീരഭാഗങ്ങളാണെങ്കിൽ അത് പുരുഷൻ്റെതാണോ സ്ത്രീയുടേതാണോ എത്ര പ്രായമുള്ള ആളുടേതാണോ എന്ന പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അതീവ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ബന്ധുക്കൾക്ക് നൽകുക എന്നുള്ളത് വലിയ പ്രോസസ്സാണ്. നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 72 മണിക്കൂറും അതിന് മേലെയൊക്കെ താമസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ തന്നെ ഇന്നലെ തന്നെ ബന്ധുക്കളോട് ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും 2 വിമാനങ്ങൾ അഹമ്മദാബാദിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ അവർക്ക് ബന്ധുക്കളുടെ DNA സാമ്പിൾ എടുക്കാൻ വേണ്ടി ഇനി ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ സാമ്പിൾ എടുത്ത് അയക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ബദൽ സംവിധാനങ്ങളുമൊക്കെ എന്തായാലും ഒരുക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ അത് ബന്ധുക്കളുടെ DNA സാമ്പിൾ കിട്ടിയെങ്കിൽ മാത്രമേ ഈ 2 മൃതദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന DNA സാമ്പിളുമായി അത് യോജിക്കുന്നുണ്ടോ എന്നത്. ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഈ കത്തിക്കരിഞ്ഞ ഭാഗത്ത് നിന്ന് തെരച്ചിൽ തുടരുക
തുടരുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇത് ഒരു ഫർണസ് പോലെ നിന്ന് 1 മണിക്കൂറോളം കത്തിയതാണ്. അപ്പോൾ പലപ്പോഴും ചാരമായി പോയിട്ടുണ്ടാവും പല സാധനങ്ങളുമൊക്കെ, വസ്തുക്കളിലടക്കം ലഗേജുകളിലടക്കം അങ്ങനെയുള്ളത് പോലും ചാരമായി പോയതുമൊക്കെ ഉണ്ട്. വിമാന ഭാഗങ്ങളൊക്കെ ചാരമായി പോയതുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ, അതീവ പ്രയാസകരമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആളിനെ കാണാതായെങ്കിൽ ആ കാണാതായവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ വിമാനയാത്രികരാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. അതിൻ്റെ പേരിൽ അവർക്ക് മരണമടഞ്ഞു എന്ന് തീരുമാനിക്കാം. പക്ഷേ വിമാനയാത്രികരല്ലാത്ത ആളുകളൊക്കെ ഈ സ്ഥലത്തുണ്ട്, ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകൾ, ഈ കെട്ടിടത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, ഈ തീ പടർന്ന് വീണ് മരണമടഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് വീണ്, ആ വിഷ്വലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ വിഷ്വലൊക്കെ വളരെ കൃത്യമായി തന്നെ കാണാം. ഈ ഒരു കെട്ടിടം സമീപത്തെ ഒരു കെട്ടിടത്തിലേക്കുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, വിമാന ഭാഗങ്ങളൊക്കെ തെറിച്ച് വീണതൊക്കെയാണ്. ആ ഒരു വലിയൊരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കൊക്കെയാണ് തെറിച്ച് വീണ് അവിടെയെല്ലാം അഗ്നിഗോളമായി മാറുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ നിന്നിരുന്നോ, അല്ലെങ്കിൽ അവിടെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരായിരുന്നു നിന്നിരുന്നത്, അത് അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി വലിയ പരിശോധനകളും ഒക്കെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ. തീർച്ചയായും ഇതിലിപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട സമയമല്ല. അതിന് കൂടുതൽ പരിശോധന, പ്രത്യേകിച്ച് ബ്ലാക്ക് ബോക്സ് അടക്കം ലഭിച്ച് അതിൽ അടക്കം നടത്തുന്ന പരിശോധനകളുണ്ട്. ഒപ്പം ഈ അപകടത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 230 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റകൾ, ഒപ്പം സാങ്കേതികമായുള്ള പരിശോധന, അതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും കിരൺ? അഭിലാഷ്, ഇനി ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാനുഷികമായ ഒരു വശമാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മാനുഷികമായ രീതിയിലുള്ള, ഇനി അപകടത്തിന് അതിനപ്പുറത്തേക്ക് ഇനി രാജ്യത്തിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. പ്രത്യേകിച്ച് അപകടമുണ്ടായത് ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന വിമാന കമ്പനികൾ, വിമാന മോഡലുകൾ ഒന്നാണ് ഈ വിമാനം. പ്രത്യേകിച്ച് ഈ വൻ വ്യവസായികളൊക്കെ ചിലരൊക്കെ പ്രത്യേക വിമാനത്തിൽ, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനത്തിൽ മാത്രമേ കയറൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന വലിയ വ്യവസായികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോലും യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഒരു വിമാനമായിരുന്നു ബോയിങ് ഡ്രീം ലൈനർ. അതുകൊണ്ട് തന്നെ ആ ഒരു വിമാനത്തിന് ആണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 14 വർഷമായി വിമാനത്തിൻ്റെ ഈ മോഡൽ വന്നിട്ട്. ഈ 14 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു അപകടം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നത് ആലോചിക്കണം. പല ഘട്ടത്തിലും ഇതിൻ്റെ സുരക്ഷാ പാളിച്ചകൾ സംബന്ധിച്ച് അവിടുത്തെ വിസിൽ ബ്ലോവർമാരായ 2 എഞ്ചിനീയർമാർ തന്നെ പറയുകയും അമേരിക്ക അടക്കം അന്വേഷണം നടത്തുകയും ബോയിങ് കമ്പനി തന്നെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാലത്ത് അതിൻ്റെ വിൽപ്പനയൊക്കെ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും അത് സുരക്ഷിതമാണ് എന്ന് കണ്ടെത്തലാണ് ഉണ്ടായത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വീണ്ടും സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും. എന്തായാലും അപ്പോഴൊന്നും ഒരിക്കലും ഒരു അപകടം ഉണ്ടായിട്ടില്ല ഈ വിമാനത്തിന്. 2 എഞ്ചിനാണ്. ഒരു എഞ്ചിന് പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ സ്റ്റക്കായി പൂർണ്ണമായും നിലച്ചാൽ പോലും മറ്റേ എഞ്ചിന് തൊട്ടടുത്ത വിമാനത്താവളത്തിലേക്ക് ഇറക്കാൻ കഴിയുമെന്നല്ല, അതിനെ 15,000 അടി വരെ ഉയരത്തിലേക്ക് വരെ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഒരു എഞ്ചിൻ തകരാറിലാകുന്നെങ്കിലും മറ്റേ എഞ്ചിൻ കൊണ്ട് 15,000 അടി ഉയരത്തിൽ വരെ എത്തിക്കാനടക്കം കഴിയുന്നതാണ്. ഇതിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഒരു എഞ്ചിൻ തകരാറായി പോലും വിമാനത്തിന് യാതൊരു കുഴപ്പവുമില്ലാതെ, യാത്രക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ യാത്ര ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു വിമാനമായിരുന്നു. അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും, അതോടൊപ്പം തന്നെ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് തന്നെ ഓട്ടോ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വിമാനത്തിലുള്ള, അത്തരം എല്ലാ സംവിധാനങ്ങളുള്ള ഒരു വിമാനമാണ്. അത്തരം ഒരു വിമാനം തകർന്നു വീണപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തേണ്ടത് അത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബോയിങ് കമ്പനിയുടെ ഈ വിമാനം ഏകദേശം 1300ഓളം വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിലേറെ വിമാനങ്ങൾ അവർ വിറ്റിട്ടുണ്ട്. തീർച്ചയായും അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആകാശയാത്രകളിലെ അവസാന വാക്ക് എന്ന് തന്നെ ബോയിങ് കമ്പനിയെ നമുക്ക് പറയാൻ സാധിക്കും. ലോകത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ ആകാശയാത്രകൾ സാധ്യമാക്കുന്നത് ഈ വിമാന കമ്പനിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് പ്രധാനപ്പെട്ടതാവുന്നത്. ബോയിങ് വിമാന മാർഗം മാത്രമല്ല, റോക്കറ്റ് നിർമ്മാണ മേഖലയിലുമൊക്കെ കൃത്യമായ ഇടം നേടിയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ കാരണം അത് മാനുഷികമായ പിഴവ് ആണോ, അതിനപ്പുറത്ത് സാങ്കേതിക തകരാറാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. കിരൺ, ഈ വാർത്തയും വിശദാംശങ്ങളിലേക്കുമൊക്കെ വരാം. ഒപ്പം ഇതിനിടെ ഈ വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹോദരങ്ങൾ വൈകിട്ട് ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വസതിയിൽ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. DNA പരിശോധനയുടെ ഫലം വരാൻ 72 മണിക്കൂർ വേണ്ടിവരും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ്.
കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ മാസം 28-ന് നടത്താൻ തീരുമാനം എടുത്താണ് രഞ്ജിത കുട്ടികളോട് യാത്ര പറഞ്ഞ് മടങ്ങിയത്. മക്കളുടെ ആഗ്രഹം പോലെ ഓണക്കാലം മുതൽ നാട്ടിൽ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാന അപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെ ശ്രീജിത്ത് തന്നെ നൽകിയ റിപ്പോർട്ടിൽ ആ സ്വപ്നഭവനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിലവിൽ ഈ വീട്ടുകാരുമായി ഉള്ള ആശയവിനിമയത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചില മൃതദേഹങ്ങളൊക്കെ DNA പരിശോധന ഇല്ലാതെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നും അത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്നുമാണ് അഹമ്മദാബാദിൽ നിന്നുള്ള വിവരം. രഞ്ജിതയുടെ മൃതദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാവുന്ന പശ്ചാത്തലമുണ്ടോ? DNA പരിശോധന മാത്രമാണോ മാർഗം? അത്തരം കമ്മ്യൂണിക്കേഷൻ ഈ കുടുംബവുമായി ലഭിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങൾ നമ്മൾ ആരോഗ്യമന്ത്രിയോടും ഒപ്പം തന്നെ സ്ഥലം MP ആന്റോ ആന്റണിയോടും ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരാണ് ഈ സർക്കാർ വൃത്തങ്ങളുമായൊക്കെ ആശയവിനിമയം നടത്തിയത്. അല്പസമയം മുമ്പ് രഞ്ജിതയുടെ കുടുംബത്തോട് ആന്റോ ആന്റണി MP ഫോണിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് ഇത്തരമൊരു ധാരണയില്ല. അതായത് ഈ രഞ്ജിതയുടെ മൃതദേഹത്തിന്റെ അവസ്ഥ എന്ത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് ആന്റോ ആന്റണിയും വ്യക്തമാക്കിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ കുടുംബം അവിടെ എത്തി അവിടെ ഒരു തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ DNA പരിശോധനയ്ക്ക് മുൻപ് തന്നെ മൃതദേഹം കൊടുക്കും. അതിന് മുന്നോടിയായി തന്നെ ഇവിടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചില കത്തുകളും മറ്റുമായി വേണം ഇവർ പോകാൻ. പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കി ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി അഹമ്മദാബാദിലേക്ക് പോകും. രഞ്ജിതയുടെ ഒരു സഹോദരനും മറ്റൊരു ബന്ധുവുമാണ് അവിടേക്ക് പോകുക. അവിടെ എത്തിയാൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് രഞ്ജിതയുടെ കുടുംബത്തിന് വ്യോമയാന മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അവിടെ എത്തിയ ശേഷമുള്ള കാര്യങ്ങളാണ്. ഈ DNA പരിശോധന വേണ്ടി വന്നാൽ അതിന് ഒരുപക്ഷെ കൂടുതൽ സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി തന്നെ വീണ ജോർജ് തന്നെ ചൂണ്ടിക്കാണിച്ചത്. 72 മണിക്കൂർ വരെയെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ട്. ഇതിനായി അഹമ്മദാബാദിൽ ഒരു നോഡൽ ഓഫീസറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോഡൽ ഓഫീസർ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥരുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെയാണുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി അവിടെ എത്തിയ ശേഷം വിമാനമാർഗം മുംബൈ, അതിനുശേഷം അഹമ്മദാബാദ്, അങ്ങനെയാണ് യാത്ര പോകുക. രാത്രി അവിടെ എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത ഉണ്ടാകുക. മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നാളെ തന്നെ മൃതദേഹം കൊണ്ടുവന്നേക്കും. പക്ഷെ അല്ല എങ്കിൽ അത് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ തുടരുകയാണ്. തീർച്ചയായും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ട് കൂടി പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ മരണപ്പെട്ട മലയാളി, അത് കേരളത്തിൻ്റെ മൊത്തം നൊമ്പരമായി മാറുന്നുണ്ട്. രഞ്ജിതയുടെ കുടുംബ പശ്ചാത്തലം, അത് പ്രതിസന്ധികളിൽ നിന്ന് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി, ഒരു പക്ഷേ കൂടുതൽ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഒരുപാട് സ്വപ്നങ്ങളോടെ രഞ്ജിത യാത്ര തിരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീജിത്ത്? അഭിലാഷ്, അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രഞ്ജിത ഒറ്റയ്ക്കൊരു ഫൈറ്റർ ആയിരുന്നു എന്ന് തന്നെയാണ്. ഈ കുടുംബത്തെ അങ്ങനെ കൊണ്ടുപോകാൻ രഞ്ജിത ശ്രമിച്ചിരുന്നു. ഈ മസ്കറ്റിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 9 വർഷത്തോളം അവിടെ നേഴ്സായി ജോലി ചെയ്തു. അതിനിടെ ഈ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ജോലിയുണ്ട്. ആ ജോലിയുടെ അവധി പുതുക്കുന്നതിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. അതിൽ ചില രേഖകളിൽ മറ്റും ഒപ്പിടാൻ വേണ്ടി വന്നതാണ് ഇത്തവണ വീണ്ടും. 1 മാസം മുമ്പ് വന്നിരുന്നു. അതിന് ശേഷം വീണ്ടും വന്നത് ചില പേപ്പറുകൾ വിട്ടുപോയി, സെൽഫ് അറ്റസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ ഒപ്പില്ലാത്തത് കൊണ്ടാണ് രഞ്ജിത വീണ്ടും വരേണ്ടി വന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രഞ്ജിതയ്ക്ക് നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുട്ടികൾ കാര്യമായി സ്നേഹത്തോടെ വാശി പിടിക്കുന്നുണ്ട് അമ്മ
നാട്ടിൽ തന്നെ വേണമെന്ന്. അതിനുള്ള ചില ഉറപ്പുകളൊക്കെ കൊടുത്തു. അടുത്ത ഓണക്കാലം മുതലെങ്കിലും മടങ്ങി എത്താമെന്നൊക്കെ ഉറപ്പ് കൊടുത്തു. രഞ്ജിതയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ രഞ്ജിത തയ്യാറായിട്ടില്ല. അവധി കഴിഞ്ഞ് വീണ്ടും അവധി പുതുക്കിയത് അതുകൊണ്ട് തന്നെയാണ്. കോഴഞ്ചേരിയിലാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ വീടുണ്ടാക്കുക, ഒരു പഴയ ഓടിട്ട വീടാണ് രഞ്ജിതയ്ക്കുള്ളത്. തൊട്ടിപ്പുറത്ത് പുതിയ വീട് വെച്ച് അതിൻ്റെ തേപ്പ് പണി വരെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ടൈലിംഗ് പണികളൊക്കെ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ അമ്മയും മക്കളും ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് ഈ പഴയ വീട്ടിൽ കഴിയുന്നതിനപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ ടൈല് ജോലികൾ പൂർത്തിയാക്കിയാൽ ഈ വീട്ടിലേക്ക് താമസം മാറാം. നിങ്ങൾ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഈ മാസം 28-ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തിക്കോളൂ എന്ന് രഞ്ജിത പറഞ്ഞിരുന്നു. ഓണത്തിനോ ഒക്കെ എത്താമെന്നൊക്കെയുള്ള ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അത്യന്തം ദാരുണമാണ് അഭിലാഷ്, വേദനാജനകമാണ്. പ്രത്യേകിച്ച് മോളാണ് ഏറ്റവും കൂടുതൽ വേദനയോടെ പൊട്ടിക്കരയുന്നത്. ഓരോരുത്തരെത്തുമ്പോൾ, ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയപ്പോഴും ഇന്നലെ സുരേഷ് ഗോപി എത്തിയപ്പോഴും ഓരോരുത്തരും എത്തുമ്പോൾ വളരെ വേദനയോടുകൂടി പൊട്ടിക്കരയുന്ന ഒരു കുഞ്ഞുമകൾ, 7ാം ക്ലാസ്സുകാരിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലും ദുരന്തപൂർണമായ മറ്റൊരു സാഹചര്യം, രഞ്ജിതയുടെ അമ്മയാണ് പിന്നെ വീട്ടിലുള്ളത്. അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് ക്യാൻസർ ബാധിതയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ്. ഈ മൂത്ത മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത്രത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടേറിയ കുടുംബത്തെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രഞ്ജിതയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ പിടിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതാണ്, ഒരു കുടുംബത്തിൻ്റെ ആശ്രയം ആയിരുന്നു രഞ്ജിത. ആ ആശ്രയമാണ് ഇല്ലാതായത്. ആ നൊമ്പരത്തിൽ എല്ലാവരും പങ്കാളികളാകുമ്പോൾ ആയിരുന്നു വളരെ ഹീനമായൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ഈ രഞ്ജിതയെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഡെപ്യൂട്ടി തഹസിൽദാർ പോസ്റ്റ് ചെയ്തു പ്രതികരിച്ചു എന്നുള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്ക് എതിരെ കേസെടുത്തു. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിൽ ആണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ A. പവിത്രന് എതിരെ ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നേരത്തെ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 റിപ്പോർട്ടിന് പിന്നാലെ റവന്യൂ മന്ത്രി K. രാജൻ ആണ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. കേന്ദ്രമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല. ശക്തമായിട്ടുള്ള നടപടി എടുക്കും. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തുടർന്ന് തീരുമാനിക്കും. 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരന് ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് പവിത്രനെതിരെ നടപടിയെടുത്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, എന്തിനാണ് രഞ്ജിത വിദേശത്തേക്ക് യാത്ര പുറപ്പെട്ടത്? എന്തായിരുന്നു അവരുടെ പശ്ചാത്തലം? ഇതെല്ലാം കേരളത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് അടക്കം ആ ദൃശ്യങ്ങൾ പങ്കുവച്ചതുമാണ്. ഒരു കൈത്താങ്ങായി രഞ്ജിത മാത്രമേ ആ കുടുംബത്തിനുള്ളൂ. 2 മക്കളുടെ വിദ്യാഭ്യാസം, അസുഖബാധിതയായ അമ്മ, നല്ലൊരു വീടില്ല, ആ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആണ് വിദേശത്തേക്ക് പോയത്. അവർ അപകടത്തിൽ മരിക്കുമ്പോൾ നമ്മൾ ഒന്നാകെ വലിയ ദുഃഖത്തിലാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സർക്കാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രവുമല്ല, അങ്ങേയറ്റം ഹീനമായ തരത്തിലുള്ള അധിക്ഷേപം, അതിൽ ജാതീയതയുണ്ട്, മറ്റൊന്ന് സ്ത്രീത്വത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിഷേധം ആണ് ഈ ഉദ്യോഗസ്ഥന് നേരെ ഉയർന്നത്? തീർച്ചയായും അഭിലാഷേ, ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അത്രത്തോളം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വലിയ തോതിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. എന്തായാലും ഈ കേസിൽ ഇയാൾക്ക് സസ്പെൻഷൻ നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് ഇയാൾക്കെതിരെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. BNS ആക്ടിലെ 153A എന്ന വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ
കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ ജാതീയമായ വാക്കുകൾ ഉപയോഗിച്ച് സ്പർദ്ധ, സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമം നടത്തുമെന്ന ഒരു കുറ്റം, അത്രത്തോളം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 സെപ്റ്റംബർ മാസത്തിൽ ഇ ചന്ദ്രശേഖരൻ MLA-ക്കെതിരെയും സമാനമായ രീതിയിൽ ഈ ജാതീയമായ അധിക്ഷേപം ഇയാൾ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇയാൾ സസ്പെൻഷനിലായി. പിന്നീട് 9 മാസം മുൻപാണ് വീണ്ടും ഈ ജോലിക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് രാജ്യം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇയാളുടെ ഈ പരാമർശം. അത് നമുക്ക് ഒരു പക്ഷെ നമുക്കത് വാക്കുകൾ അയാൾ പരാമർശിച്ച, അല്ലെങ്കിൽ ആ ഒരു കമന്റ് ഇട്ട ആ പരാമർശം നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ആ മനുഷ്യത്വം മരവിച്ച രീതിയിലാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഇയാൾ അല്പസമയം മുമ്പാണ് ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ഈ NSSന്റെ ഹോസ്ദുർഗ് മണ്ഡല പ്രസിഡന്റ് പ്രഭാകരന്റെ പരാതിയിലാണ് ഈ തരത്തിൽ ഈ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകളും ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തു വരുന്നത്. കാരണം വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീജിത്തൊക്കെ അതിന്റെ ഓരോ വിവരങ്ങളും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. വലിയ വേദന തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം, സ്വന്തം ജീവിതത്തിന്റെ കരുപിടിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു യുവതി, അവരുടെ ആ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഒരു പക്ഷേ ഇത് കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അത്രത്തോളം ഒരു വേദനയിലായിരുന്നു അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന. ഇന്നലെ തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒറ്റക്കെട്ടായി എല്ലാവരും അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അതാണല്ലോ തീർച്ചയായും. ഇത് മാത്രവുമല്ല, ഇതിനു മുമ്പും ഇതേ ഉദ്യോഗസ്ഥൻ നടപടി നേരിട്ടിട്ടുണ്ട് ഇത്തരം പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേ ഉള്ളതല്ല. അതിൽ നിന്ന് തടി തപ്പുന്നതിന് വേണ്ടി പിന്നീട് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്റെ മനോവൈകൃതം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യമാകുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ നേരത്തെയും നടപടി നേരിട്ടുവെങ്കിലും തുടർന്നും ജോലിയിൽ തുടരുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? ഒരുപക്ഷെ ഈ സസ്പെൻഷൻ പോലെയുള്ള നടപടികൾ പിന്നീട് വീണ്ടും സർവീസിലെത്തുമ്പോൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് എത്തുന്ന സ്ത്രീകളോടുള്ള ഈ വ്യക്തിയുടെ സമീപനം എന്താകും? ഇതര അദ്ദേഹത്തിൻ്റെ മതകാഴ്ചപ്പാടോ എന്ത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വളരെ കൃത്യമായി ജാതീയമായ അധിക്ഷേപം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിലൊക്കെ പല വിഭാഗങ്ങളിൽപ്പെട്ട പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയൊക്കെ ഏത് രീതിയിലായിരിക്കും ഇദ്ദേഹം സമീപിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ബൈജു? തീർച്ചയായും അഭിലാഷ്, ഇദ്ദേഹത്തിന്റെ ക്ഷമാപണത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ക്ഷമാപണം എന്ന് അതിനെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം മോശമായ വാക്കുകളാണ് ഇയാൾ ഒരു പക്ഷേ ഇത് സാധാരണക്കാരൊക്കെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിന്റെ കാര്യങ്ങൾ അറിയാതായിരിക്കും. പക്ഷേ ഇത്രയും ഒരു പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന് ബോധ്യമില്ലാതെയാണോ ഇത്തരത്തിൽ പോസ്റ്റ് പരാമർശമൊക്കെ നടത്തുന്നതെന്ന് ഒരു ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അത് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇയാളുടെ വീട്ടിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തുമെന്നാണ്. ഇയാളുടെ സസ്പെൻഷനും ഒപ്പം ഈ കേസും ഒന്നും കൊണ്ടൊന്നും ഈ പ്രതിഷേധം തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ പോസ്റ്റ് നേരത്തെ ഇട്ടതായും ഒരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരൻ MLA-യുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഈ റവന്യൂ വകുപ്പിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു MLA അത്തരത്തിൽ വലിയ തോതിൽ വിമർശനം നടത്തുകയും പിന്നീട് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ഇയാൾ 9 മാസം മുൻപാണ് വീണ്ടും ജോലിക്ക് കയറുന്നതും. കാഞ്ഞങ്ങാട് തഹസിൽദാറായി ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വലിയ മലയോര മേഖല സാധാരണക്കാർ, അതായത് വളരെ സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലം. ആ വെള്ളരിക്കുണ്ടിലെത്തുന്ന പരാതിക്കാരുടെ ഒരു അവസ്ഥ ഒരു പക്ഷേ ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതീയമായ ഒരു മനസ്സിലെ ഒരു കാഴ്ചപ്പാട്, അതാണ് ഈ വിഷമായി പുറത്തു വന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും അയാൾ ഉപയോഗിച്ച ആ പദപ്രയോഗം ഏതെങ്കിലും തരത്തിൽ നമുക്കത് പ്രേക്ഷകർക്ക് മുന്നിൽ പറയാനോ അതല്ല അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകളോ അല്ല. അത്രത്തോളം മോശകരമായ ഒരു വാക്ക്, ജാതീയമായ അതിശയം മാത്രമല്ല, ഒരു യുവതി അവരുടെ കുടുംബം കരുപിടിപ്പിക്കാൻ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരു യുവതിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇയാൾ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഒരുപാട് സഹപ്രവർത്തകർ ഈ
സ്ത്രീകളും ഉൾപ്പെടെ പല ജാതിയിൽപ്പെട്ടവർ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഇയാൾക്കുണ്ടാകാം. അപ്പോൾ അവരോടുള്ള ഒരു മനോഭാവം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇയാൾക്ക് സസ്പെൻഷന് പുറമെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൂടി വന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പുതിയ വാർത്ത. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഹോസ്ദുർഗ് പോലീസ് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BNSലെ 153A ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചത് ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു സ്ത്രീയെ അപമാനിച്ച ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കേണ്ടതും ഇതേ രഞ്ജിതയുടെ കൂടി അധ്വാനത്തിന്റെ ഒരു വിഹിതം ആണ് ഓരോ മാസവും ശമ്പളമായി താൻ കൈപ്പറ്റുന്നത് എന്നതാണ്. സാധാരണക്കാരായ ആളുകളുടെ നികുതിപ്പണം സർക്കാർ ശമ്പളമായി നൽകുമ്പോൾ അവർക്ക് നൽകേണ്ട സേവനത്തിന് പകരം ഇത്തരത്തിൽ അപമാനിക്കുന്നതിനോട് യോജിക്കാനാവില്ല. കൃത്യമായ നടപടി ഭരണകൂടം ഈ ഉദ്യോഗസ്ഥന് നേരെ സ്വീകരിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തകളിൽ ഒന്നായിരുന്നു ഷീല സണ്ണിക്ക് എതിരായ വ്യാജ ലഹരി കേസ്. ഒരു തെറ്റും ചെയ്യാത്ത ആ വീട്ടമ്മ 72 ദിവസം ആണ് ജയിൽവാസം അനുഭവിച്ചത്. ആ കേസിൽ ഷീല സണ്ണിയുടെ ബന്ധു പിടിയിലായിട്ടുണ്ട്. വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡി. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോൾ ആണ് ഇവർ പിടിയിലായത്. ലിവിയയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഐഷുത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ഈ ഷീലയെ കുടുക്കിയത് ഒരാൾ മാത്രമല്ല, അതിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിവിയോടക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ലിവിയെ പിന്നീട് വിദേശത്തേക്ക് മുങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ലിവിയെ തിരിച്ചെത്തുന്നു എന്ന വിവരം നേരത്തെ തന്നെ സംഘത്തിന് ലഭിച്ചിരുന്നു. എങ്ങനെയാണ് ലിവിയെ പിടികൂടിയത്? തീർച്ചയായും അഭിലാഷ്, ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ മറ്റാളുകൾ കൂടിയുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്നാണ് ഈ ലിവിയ കേസിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാട്ടി കേസിൽ ആദ്യ പ്രതി നാരായണൻ തന്നെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ലിവിയയ്ക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് പോയതും. അതിനുശേഷം ഇപ്പോൾ ലിവിയ തിരിച്ചെത്തിയതോടെ കൂടിയാണ് എയർപോർട്ടിൽ വെച്ച് പോലീസ് ലിവിയെ പിടികൂടുന്നത്. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വ്യാജ കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ലിവിയയുടെ സഹോദരിയാണ് ഷീലയുടെ മരുമകൾ. ഇവരുമായി ബന്ധപ്പെട്ട ചില കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ കേസിൽ ഷീലയെ കുടുക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഷീലയുടെ മരുമകളുടെ സ്വർണ്ണാഭരണങ്ങൾ ഷീല പണയപ്പെടുത്തുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കടങ്ങളും ബാധ്യതകളും വീട്ടാൻ വേണ്ടി ഷീല ഇറ്റലിയിൽ പോവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ മരുമകളുടെ സ്വത്തിന്റെ കാര്യത്തിലടക്കം, സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിലടക്കം ഒരു വ്യക്തതയും വരുത്താതെ, അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ മറുപടി നൽകാതെയാണ് ഷീല യാത്രയ്ക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. ഇതോടെയാണ് ഈ ലിവിയക്ക് ഷീലയോട് വൈരാഗ്യമുണ്ടാകുന്നത്. അതായത് തനിക്ക് കൂടി അവകാശപ്പെട്ട തൻ്റെ കുടുംബത്തിന്റെ സ്വത്ത് ഷീല തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഷീല അത് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഈ ലിവിയയുടെ ആരോപണവും പരാതിയും. അതേ തുടർന്നാണ് വ്യാജ കേസിൽ കുടുക്കിയാൽ, അതായത് ഒരു ലഹരി മരുന്ന് കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഷീലയുടെ യാത്ര മുടങ്ങും. ഇതോടുകൂടി ഷീല ഇറ്റലിയിൽ പോവാതാവുകയും പിന്നീട് ആ സ്വത്തിന്റെ കാര്യത്തിലടക്കം, സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിലടക്കം കൃത്യമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്യും. ഇതിനു വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ പ്രതി ഇത്തരത്തിൽ ഷീലയെ കൊടുക്കുന്നത്. ഇതിനായി ബാംഗ്ലൂരിൽ വെച്ച്, അതായത് ഈ ലിവിയ ബാംഗ്ലൂരിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ട ആഫ്രിക്കൻ സ്വദേശികളിൽ നിന്നുമാണ് ഈ LSD സ്റ്റാമ്പ് പോലത്തെ ലഹരി മരുന്നുകൾ ഈ പ്രതി കൈക്കലാക്കുന്നത്. ഇത് പക്ഷേ വ്യാജ ലഹരി മരുന്നുകളാണെന്ന് ലിവിയയ്ക്ക് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിലുള്ള ലഹരി ണെന്ന് കരുതി, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലഹരികളൊക്കെ ലിവിയ കണ്ടെടുക്കുന്നതും. ഒപ്പം തന്നെ ഇത് തന്ത്രത്തിൽ വളരെ ആസൂത്രിതമായി ഷീലയുടെ ബാഗിൽ, സ്കൂട്ടറിൽ ഒളിപ്പിക്കുന്നതും. എന്നാൽ പിന്നീട് ഈ ഷീലയെ പോലീസ് പിടിക്കുകയും പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇത് വ്യാജ ലഹരി മരുന്നുകളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിലൊരു നിർണായക വഴിത്തിരിവായത്. അതായത് ഒരു തെറ്റും ചെയ്യാതെ ഒരു ബ്യൂട്ടി പാർലർ ഉടമ ഷീല 72 ദിവസം
ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞത്. ഇതോടുകൂടിയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചതും മറ്റ് നടപടികളിലേക്ക് കടന്നതുമൊക്കെ. അങ്ങനെ കേസിൽ മുഖ്യപ്രതിയായ നാരായണനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതായത് ഇയാളാണ് പോലീസിന് വ്യാജ സന്ദേശം കൊടുത്തത്. ഇങ്ങനെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലയുടെ കയ്യിൽ ലഹരി മരുന്നുകൾ ഉണ്ട് എന്ന തരത്തിൽ പോലീസിന് സന്ദേശങ്ങൾ നൽകിയിരുന്നത് ഇയാളായിരുന്നു. പിന്നീട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഷീലയുടെ കുടുംബാംഗം തന്നെയായ മരുമകളുടെ സഹോദരിയായ ലിവിയാണ് ഇതിലെ മുഖ്യപ്രതി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഈ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ലിവിയെ പിടികൂടാനായില്ല. കാരണം അതിനു മുമ്പ് തന്നെ ലിവിയ ദുബായിലേക്ക് കടന്നു കളയുകയായിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ ലിവിയ തിരിച്ചെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും നാളെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. തുടർന്ന് വിശദമായ അന്വേഷണം, വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. എന്തായാലും ഇതൊരു ആസൂത്രിതമായ ഒരു കേസായിരുന്നു, വ്യാജ കേസിൽ കുടുക്കിയതായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകളും മറ്റ് വിശദാംശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലിവിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും മറ്റ് വിവരങ്ങൾ കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഐഷുത്തുൽ ഷംന സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രതികൾക്ക് പിഴച്ചുപോയത് അവർ ലഹരി എന്ന് കരുതി കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ ലഹരി എന്ന് കരുതി അവർ വാങ്ങിച്ച ലഹരി വസ്തുക്കൾ യഥാർത്ഥ ലഹരി ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ വീട്ടമ്മയ്ക്ക് അപ്പോഴെങ്കിലും പുറത്തേക്കിറങ്ങാൻ സാധിച്ചത്. അല്ലായിരുന്നു എങ്കിൽ ഇത് ഈ ലഹരി വസ്തു തന്നെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നേനെ. ഇപ്പോഴും ജയിലിന് പുറത്തിറങ്ങാൻ പോലും ചിലപ്പോൾ സാധിക്കുമായിരുന്നില്ല. അത് അഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ താനല്ല ഇത് ചെയ്തത് എന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലിവിയെ അടക്കം പോലീസ് പിടികൂടുമ്പോൾ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇതിൻ്റെ ചുരുളഴിയുകയും ചെയ്യും. ഒരിടവേള കൂടി. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന പ്രതി പിടിയിൽ. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ ആണ് പ്രതി ഷിബിൻലാൽ പിടിയിലായത്. ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം എടുക്കാനെന്ന വ്യാജക്കഥ ഉണ്ടാക്കിയാണ് ഷിബിൻലാൽ ബാങ്കിനെ സമീപിച്ചത്. ഈ സ്വർണം തിരികെ എടുത്ത് ഇസാഫിലേക്ക് പണയം മാറ്റാനായി 40 ലക്ഷം രൂപയുമായി ജീവനക്കാർ എത്തിയപ്പോൾ ബാഗ് തട്ടിപ്പറിച്ച പ്രതി രക്ഷപ്പെടുകയായിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പ്രതിയുടെ വാഹനം, പ്രതി ഉപയോഗിച്ച 2 വീലർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ പ്രതിയെയും പിടികൂടിയിരിക്കുന്നു. എവിടെ വെച്ച് എപ്പോഴായിരുന്നു പ്രതിയെ പിടികൂടിയത്? അഭിലാഷ്, കഴിഞ്ഞ 2 ദിവസമായി ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിനായി. ഇതിനായി പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തിയപ്പം കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ പ്രതി കടന്നുകളയാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പാലക്കാട് ഇയാളുടെ ഒരു വീട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പാലക്കാട് തന്നെയുള്ള മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഇയാൾ എന്ന വിവരമാണ് പോലീസ് ലഭിക്കുന്നത്. ഇതിനുശേഷം തൃശ്ശൂരിലേക്ക് ഷിബിൻലാൽ പോയി. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. കാലിക്കറ്റ് സർവകലാശാല പരിസരത്ത് വെച്ച് ബസ്സിൽ നിന്നും ഇയാളെ പോലീസ് പിടിച്ചിറക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് നിരീക്ഷിച്ചിരുന്നത് പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിൽ പോലും ഈ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇയാളുടെ ഫോൺ ഓൺ ആവുകയും പോലീസിന് ഇയാളുടെ ദിശയെപ്പറ്റി കൃത്യമായ വിവരം ലഭിക്കുകയായിരുന്നു. എന്തായാലും ഇയാളെ പുലർച്ചെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഫറൂഖ് ACPയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. 40 ലക്ഷം രൂപയാണ് ഇയാൾ അരവിന്ദ് എന്ന ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും അപഹരിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഇയാളുടെ പക്കൽ നിന്നും കേവലം 50,000 രൂപ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ബാക്കി പണം എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാണ് ഈ പണം വിനിയോഗിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ഇയാൾ നൽകുന്നില്ല. എന്തുകൊണ്ടാണ് കോഴിക്കോട്ട് കവർച്ച നടത്തിയ ശേഷം വളരെ തിടുക്കപ്പെട്ട് ഇയാൾ പാലക്കാട്ടേക്ക് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധിച്ച് വരികയാണ്. ഇയാൾ തനിച്ചാണോ ഈ കുറ്റകൃത്യം ചെയ്തത്, അഥവാ മറ്റ് ആരുടെയെങ്കിലും പിന്തുണ, ബാങ്ക് ജീവനക്കാരടക്കമുള്ളവരുടെ ഒരു സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പോലീസ് പരിശോധിച്ച് വരികയാണ്. രാവിലെ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം ഇയാളെ തനിച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാൾ വളരെ സമർത്ഥമായാണ് ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇയാളുടെ 40 ലക്ഷം രൂപ വരുന്ന, അല്ലെങ്കിൽ 38 ലക്ഷം രൂപ വരുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഒരു സ്വകാര്യ ബാങ്കിൽ പണയത്തിലിരിക്കുന്നു. അവ 40 ലക്ഷം രൂപയ്ക്ക് പലിശ നിരക്ക് കുറഞ്ഞ ഇസാഫിലേക്ക് മാറ്റാൻ എന്ന വ്യാജേനയാണ് ഇയാൾ
ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ സമീപിച്ചത്. അവർ വീട്ടിലൊക്കെ പോയി വെരിഫിക്കേഷൻ നടപടികൾ നടത്തുകയും പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ പണയമിരിക്കുന്ന ബാങ്കിലേക്ക് പോയത്. കാറിലും ഓട്ടോറിക്ഷയിലുമായി ബാങ്കിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുഗമിച്ചിരുന്നു. ഒപ്പം അരവിന്ദ് എന്ന ആൾ ഈ ബാങ്കിൻ്റെ ഈ പുതിയതായി പണയം എടുക്കാൻ പോയ ബാങ്കിൻ്റെ സമീപം എത്തിയപ്പോൾ അധികം ആളുകൾ ബാങ്കിലേക്ക് പോകേണ്ടതില്ല, 1-2 ആളുകൾ മതി എന്ന് പറഞ്ഞാണ് ഈ അരവിന്ദ് എന്ന പണമടങ്ങിയ ബാഗുമായി വന്ന ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് ഇറക്കിയത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ബാഗ് തട്ടിയെടുത്ത ശേഷം 2 വീലറിൽ കടന്നു കളയുകയായിരുന്നു. നേരത്തെ ഇസാഫ് ബാങ്കിലെ ഉദ്യോഗസ്ഥരെ സമീപിക്കും മുമ്പ് മറ്റു 1-2 ബാങ്കുകളിൽ കൂടെ ഇയാൾ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ 38 ലക്ഷം രൂപയുടെ സ്വർണ്ണ ഉരുപ്പടികൾ ഒരു ബാങ്കിൽ ഇരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെയൊരു സ്വർണ്ണ ഉരുപ്പടി ഇയാളുടെ പേരിൽ അവിടെ പണയത്തിലിരിപ്പില്ല എന്ന് കൃത്യമായ വിവരം കിട്ടുകയും ഇയാളുടെ ഈ ഇടപാടിൽ നിന്നും പിന്മാറുകയുമാണ് ചെയ്തത്. അഭിലാഷ്, യെസ്, എന്തായാലും ഒട്ടേറെ ദുരൂഹതയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് ഈ വ്യക്തി, അതായത് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഷിബിൻ തന്നെ ചെയ്തതാണോ, എന്തെങ്കിലും സഹായമുണ്ടോ എന്നതിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത കൈവരും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാവില്ല എന്ന കേന്ദ്ര നിലപാടിനെതിരെ ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചന അധികാരം ഉണ്ട് എന്നും നിയമപരമായി അധികാരം ഇല്ല എന്ന് പറയാനാവില്ല എന്നും കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ മഹാദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് കരകയറുക എന്നത് അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുമാണ്. അവിടെ ആകേണ്ടത് ഭരണകൂടമാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷേ അങ്ങനെ ആകുന്നില്ല എന്ന വിമർശനമാണോ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? അഭിലാഷ്, നമുക്കറിയാം ഈ വിഷയം സംബന്ധിയായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഹൈക്കോടതി വിശദീകരണം തേടുന്നുണ്ട്. ഈ വിഷയം ഹൈക്കോടതി സ്വമേധയാ പരിഗണിച്ചതുമാണ്. ഇതിൽ പലതവണയായി ഹൈക്കോടതി പറയുന്നു ഈ ദുരന്ത ബാധിതരുടെ വിഷയങ്ങൾ, ഇതിൽ ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടപ്പെട്ടവർ, അവരുടെ കടങ്ങൾ, ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അവർക്ക് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അതുകൊണ്ട് ഈ ബാങ്ക് വായ്പകൾ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടെടുക്കണം. അത് എഴുതിത്തള്ളേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാണ് പരിഗണന നൽകേണ്ടത് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വിശകലനങ്ങളടക്കം നൽകുന്നു. ഒപ്പം ഈ കോവിഡ് കാലത്തും പ്രതിസന്ധി ഉണ്ടായതാണ്. അപ്പോൾ ഇത് എഴുതി തള്ളിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതുപോലൊരു അവസ്ഥയല്ല. കോവിഡ് സമയത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരികയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട വലിയൊരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നു എന്ന പലകുറിയായി ഇതിനു മുൻപ് നടന്ന വാദപ്രതിവാദങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയെല്ലാം തന്നെ ഉണ്ടായി. അതിൽ ഇന്നുണ്ടായിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിനും നിശിതമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഈ കടം എഴുതി തള്ളുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അവരോട് ശുപാർശ ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവർക്കങ്ങനെ ശുപാർശ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതിന് സാധിക്കില്ല, കേന്ദ്ര സർക്കാരിന് ഇതിന് റോളുമില്ലേ എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നപ്പോൾ അവരോട് ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. അതിൽ ഭരണഘടനാപരമായി തന്നെ 73-ാം അനുച്ഛേദ പ്രകാരം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ഉപയോഗിക്കണമെന്നതടക്കം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ട്. നിങ്ങൾ അധികാരമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാവില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവരുടെ ഒരു 13-ാം വകുപ്പ് അത് റദ്ദ് ചെയ്താണ് ഇപ്പോഴത്തെ വിഷയങ്ങൾക്ക് കാരണം. അവർക്ക് അങ്ങനെ ശുപാർശ ചെയ്യാൻ പറ്റാത്ത കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ചുമതലകളുണ്ട്, അത് നിറവേറ്റുക തന്നെ വേണം. ഈ കാര്യത്തിൽ ആ രീതിയിലുള്ള പരിഗണനകൾ ആവശ്യമാണ്. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ശക്തമല്ലാത്ത ഒരു കേന്ദ്ര സർക്കാരാണ്, ഒരു ഭരണകൂടമാണ് എന്ന് കോടതിക്ക് പറയേണ്ടി വരും എന്നതടക്കമുള്ള ആ രീതിയിൽ വരെ വിമർശനം ചെന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കോടതി മുറിയിൽ നിന്ന് കണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് കോടതി പലതവണയായി ഓർമ്മിപ്പിക്കുന്നു. ഇനി 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ആ സമയത്തിനുള്ളിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ, വലിയ രീതിയിൽ വിഷമത്തിലാഴ്ത്തിയ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് എന്തിനിത്ര കാലതാമസം എന്ന രീതിയിൽ തന്നെയാണ് കോടതി ചിന്തിക്കുന്നത്. ഒപ്പം
ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരു വേള പറഞ്ഞത് എല്ലായ്പ്പോഴും ബാങ്കുകളോട് ദുരന്തമുണ്ടാകുമ്പോൾ കടം എഴുതിത്തള്ളാൻ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതി അതിനെയും ആ നിലപാടിനെയും വിമർശിക്കാനുണ്ടായത്. 3 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന് നിയമപരമായി ഇടപെടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും വിവേചനാധികാരം ഉണ്ടല്ലോ എന്ന മറുചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. എറണാകുളം നോർത്ത് പാലത്തിന്റെ അടിയിൽ രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചതായി പരാതി. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് സഹോദരങ്ങൾ ഇന്നലെ രാവിലെ ഉപേക്ഷിച്ചത്. ഒരു കാല് തളർന്ന ഷംസുദ്ദീന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രോഗിയായ തന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഉപേക്ഷിച്ചത് എന്നാണ് ഷംസുദ്ദീന്റെ പരാതി. പോലീസ് എത്തി ഇയാളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് എതിരെ കേസെടുക്കും. ശരിയായില്ലല്ലോ. അപ്പൊ അത്തരം കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചിട്ട് ഏതായാലും ഒരു നടപടി ഉണ്ടാവാൻ ഒരു മാസം മുമ്പ് അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാ ദിവസവും 2, 3, 4, 5 തവണ ഞാനിവിടെ വരുന്നതല്ലേ, അത് കണ്ടിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഉപേക്ഷിച്ചു എന്നാണ് പരാതി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്? ഇവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്? സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമാണോ? അങ്ങനെയാണെങ്കിൽ പോലും മറ്റു വഴികൾ തേടാതെ എന്തിനിവിടെ എത്തിച്ചു? ഈ പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നാണ് പോലീസും കണക്കാക്കുന്നത്? അഭിലാഷ്, ഷംസുദ്ദീൻ വളരെയേറെ കാലമായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വലിയ സാമ്പത്തികമായിട്ടുള്ള മെച്ചമൊന്നുമില്ല കുടുംബത്തിൽ. ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്. അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങിയതാണ് ഷംസുദ്ദീൻ. അതിനിടയിൽ ഇയാൾക്ക് അപസ്മാരം വരികയും പിന്നീട് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിൽ കിടപ്പിലാകുന്ന സാഹചര്യമാണ്. ഭാര്യയുടെ വീട്ടുകാർ ഒരു സഹോദരൻ വന്ന് കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ഷംസുദ്ദീൻ വയ്യാണ്ട് കിടന്നപ്പോൾ നോക്കിയതൊക്കെ സഹോദരങ്ങളാണ്. പക്ഷെ അവർക്ക് ഇനി നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാവിലെ സൗത്ത് പാലത്തിനടിയിലായി ഉപേക്ഷിച്ചത്. ഒരു ജീപ്പിൽ വന്ന് കുടുംബ സഹോദരങ്ങൾ ഒരു ജീപ്പിലാണ് ഷംസുദ്ദീനെ കൊണ്ടുവന്ന് പാലത്തിന്റെ അടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് ഷംസുദ്ദീൻ അവിടെ നിന്നുകൊണ്ട് ഭാര്യയെ വിളിക്കുകയായിരുന്നു. ഭാര്യ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നാൽ നോക്കാൻ ഇവിടെ ആളില്ല, തന്റെ സഹോദരൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒരുപാട് കരയുകയും വേറെ മറ്റു നിവൃത്തികളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷംസുദ്ദീൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് എത്തി വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുടുംബം സഹോദരങ്ങൾ ഉപേക്ഷിച്ചു പോയതായി പറയുന്നത്. വളരെ ക്രൂരമായാണ് കുടുംബം ഇയാൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ ആശുപത്രിയിലെ സൗകര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നുകൂടി ആരോപിക്കുന്നുണ്ട്. ഒപ്പം ഈ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അല്ലെങ്കിൽ താൻ പോയി ചത്തോളൂ എന്ന വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങൾ ഈ ഷംസുദ്ദീനെ ഈ പാലത്തിനടിയിൽ ഉപേക്ഷിച്ചതായും നാട്ടുകാരും ദൃക്സാക്ഷികളും ഒപ്പം ഷംസുദ്ദീനും പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാളെ അനാഥാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ മതിലകം സ്വദേശിയാണ് ഷംസുദ്ദീൻ. സഹോദരങ്ങൾ തന്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ എല്ലാം സഹോദരങ്ങൾ എഴുതി വാങ്ങിയതിനു ശേഷം തന്നെ ഉപേക്ഷിച്ചു. താൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തതാണ്. ഈ കുടുംബത്തിൽ പോലും വലിയ രീതിയിൽ സഹായം ചെയ്ത വ്യക്തിയാണ് ഷംസുദ്ദീൻ എന്നുകൂടി അയാൾ പറയുന്ന സാഹചര്യമുണ്ടായി. തനിക്ക് മറ്റുള്ളവർക്ക് വയ്യാതായിരിക്കുമ്പോൾ താൻ ഒരുപാട് പേരെ സംരക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ ആരും നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന വലിയ വിഷമത്തോടു കൂടിയാണ് പോലീസിനും ഷംസുദ്ദീൻ ഇക്കാര്യങ്ങളെല്ലാം ഷംസുദ്ദീൻ പറയുന്നത് സത്യമെങ്കിൽ അങ്ങേയറ്റം വേദനാജനകമായ ഒന്ന് തന്നെയാണ്. പരിപാലിക്കേണ്ടവർ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നു എന്നത് സങ്കടകരവുമാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ന്യൂസ് 18 കേരളം ഷോപ്പ് ക്രെഡിറ്റ്സ്. വിൻകോസ് മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, ഗ്ലോബൽ ലൈഫ് കെയർ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പി.